ഇനി ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമാകുന്നു. വരും ദിവസങ്ങളിൽ സാഹചര്യം കൂടുതൽ മോശമാകുമെന്ന് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. കാഴ്ചാപരിധി കുറഞ്ഞത് വിമാന സർവീസുകളെയും ബാധിച്ചുവെന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹി ആഗ്ര ദേശീയപാതയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഡൽഹിയിലെയും പരിസര മേഖലകളിലെയും വായു മലിനീകരണം എത്രത്തോളം രൂക്ഷമായിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് ദേശീയപാതകളിലാണ്. ഞാൻ നിൽക്കുന്നത് ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് പോകുന്ന ദേശീയപാതയിലാണ്. ഇവിടെ എത്രത്തോളമാണ് ഈ ദൃശ്യപരിധി എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഒരു 10 മീറ്ററിനുള്ളിൽ പോലും അല്ലെങ്കിൽ ദൃശ്യപരിധി ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. വരുന്ന വാഹനങ്ങൾ തിരിച്ചറിയാൻ അവർ ലൈറ്റ് ഇട്ടിട്ട് വന്നിട്ട് പോലും ആ വാഹനങ്ങൾ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധത്തിലാണ് സാഹചര്യങ്ങളുള്ളത്. അതിസങ്കീർണമായിട്ടുള്ള സാഹചര്യം ഈ ദേശീയപാതകളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ളത്. വാഹനാപകടങ്ങളുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്നതാണ് ഈ മേഖലയിൽ നിന്ന് നമുക്ക് കാണാനും അറിയാനും ഒക്കെ സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഡൽഹിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ അന്തരീക്ഷ മലിനീകരണം, ഒരുപക്ഷെ ഈ പുകമഞ്ഞ് ഒരാവരണം പോലെ ഡൽഹിയെ പുതച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനജീവിതം പൂർണ്ണമായിട്ട് ദുസ്സഹമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാഹനങ്ങൾ തൊട്ടടുത്തുകൂടി വരുന്ന വാഹനങ്ങളെ പോലും അപ്പുറത്ത് പോകുന്ന വാഹനങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത, അത് ലൈറ്റ് ഇട്ടാൽ പോലും കാണാൻ സാധിക്കാത്ത വിധത്തിലാണ് ഈ ദൃശ്യപരിധി കുറയുന്ന ഒരു അവസ്ഥയുള്ളത്. ഒരുപക്ഷെ നഗരമേഖലകളിൽ ഡൽഹിയിലൊക്കെ കാണുന്നതിൽ നിന്നും അല്പമെങ്കിലും അവിടെയൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, അത് വിട്ടുകഴിഞ്ഞാൽ, ഡൽഹി വിട്ടുകഴിഞ്ഞാൽ അല്പം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വിധത്തിലാണ് കാഴ്ചകൾ എത്തുന്നത്. വളരെ പരിതാപകരമാകുന്ന സാഹചര്യത്തിലേക്ക് അന്തരീക്ഷം എത്തിയിരിക്കുന്നു. ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ, നേരം ഇത്ര പുലർന്നു കഴിഞ്ഞിട്ടും റോഡിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ, വെളിച്ചം ഇത്ര വീണ് കഴിഞ്ഞിട്ടും റോഡിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ ഉള്ള സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇടപെടൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ പലപ്പോഴും ഈ വാഗ്വാദങ്ങൾ നടക്കുന്നു എന്നുള്ളതല്ലാതെ ഈ വിഷയത്തിൽ ഇടപെടാനോ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു ഇടപെടൽ നടത്താനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സുപ്രീം കോടതി പല ഘട്ടങ്ങളിൽ ഒരു ഗ്യാസ് ചേംബർ പോലെ ആണ് ഇവിടം എന്ന് വിമർശിച്ചിട്ടുള്ളത് പോലും ആ വിമർശനത്തിൻ്റെ ഒരു അന്തസ്സത്ത് ഉൾക്കൊള്ളാൻ പോലും തയ്യാറാകാത്ത സാഹചര്യം ആണ് നിലനിൽക്കുന്നത്. ചില നിയന്ത്രണങ്ങൾ വാഹനങ്ങളുടെ കാര്യത്തിൽ ഏർപ്പെടുത്തുന്നത് ഒഴിച്ചാൽ ഏതെങ്കിലും വിധത്തിൽ ഈ വായുമലിനീകരണം പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം. വരുന്ന ദിവസങ്ങളെ സംബന്ധിച്ച് ഇനി ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ് വരുന്നത്. ന്യൂ ഇയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാനായിട്ട് നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലേക്ക് ഈ സാഹചര്യങ്ങൾ ഇനി തണുപ്പ് കൂടി ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ മേഖലയിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ, 24. മുനീർ പറമ്പലിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത് കുപ്പായം കൊള്ളാം. ഈ കുപ്പായമേ 10 വയസ്സ് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2 കുപ്പായം വാങ്ങിച്ച് ഇട്ട് 30 കൊല്ലം കുറയ്ക്കാമല്ലോ നമുക്ക്. അതൊന്നും പ്രായമൊന്നും കുറയ്ക്കാൻ പറ്റില്ല. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.